Okay, next topic is concentration of solutions. അതായത് സൊല്യൂഷൻസിൻ്റെ ഗാഢത. കോൺസെൻട്രേഷൻ മീൻസ് ഗാഢത. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് കോൺസെൻട്രേഷൻ? അതായത് +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ? സിംപ്ലി ഐ ക്യാൻ സേ concentration means the amount of solute which is present in a fixed amount of solution. അതായത് ഒരു നിശ്ചിത അളവ് സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ട്, ദാറ്റ് ഈസ് സിംപ്ലി നോൺ ആസ് concentration of a solution. So what is concentration of a solution? Concentration of a solution means the amount of solute which is present in a fixed amount of solution. ചില കേസ് സന്ദർഭങ്ങളിൽ ചില കേസുകളിൽ നമ്മൾ പറയും എമൗണ്ട് ഓഫ് സൊല്യൂട്ട് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെൻ്റ് എന്നും പറയാം. രണ്ടായാലും കോൺസെൻട്രേഷൻ മീൻസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ സൊല്യൂഷൻ. ക്ലിയർ? അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ്റെ ബേസിസിൽ സൊല്യൂഷൻസിനെ ക്ലാസിഫൈ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ഡൈലൂട്ട് സൊല്യൂഷൻ എന്നും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നും, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ഒരു കുഞ്ഞ് ടോപ്പിക്കാണ് ഡൈലൂട്ട് സൊല്യൂഷൻ എന്ത്, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ത്. ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഡൈലൂട്ട് സൊല്യൂഷൻ മീൻസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് വെരി ലെസർ. അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഡൈലൂട്ട് സൊല്യൂഷൻ എന്നും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നുമുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്വാളിറ്റേറ്റീവ്ലി ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ക്വാളിറ്റേറ്റീവ്ലി എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായ എമൗണ്ട് അവിടെ റെഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വാട്ട് ഈസ് എ ഡൈലൂട്ട് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയും സൊല്യൂട്ടിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ കമ്പയർ വിത്ത് സോൾവെൻറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ സച്ച് സൊല്യൂഷൻസ് ആർ കോൾഡ് ഡൈലൂട്ട് സൊല്യൂഷൻസ്. അല്ല, സൊല്യൂട്ടിൻ്റെ അളവ് വളരെ കൂടുതലാണ് എങ്കിൽ നമ്മൾ അവരെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം ഒരു സോൾവെൻറ്റിൽ നിങ്ങൾ മാക്സിമം സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ ഫർദർ യു കാൺട്ട് ഡിസോൾവ് സൊല്യൂട്ട്. അതായത് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെൻറ്റ്. ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സൊല്യൂട്ട് നമ്മൾ ഡിസോൾവ് ചെയ്യിച്ചു അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആർ കോൾഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ്. ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസും ആൻഡ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസും. അതായത് സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അത് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം, ഇത് നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ അടുത്ത പഠിക്കാൻ പോണത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. അപ്പോൾ ആദ്യം വാട്ട് ഈസ് കോൺസെൻട്രേഷൻ? It is the amount of solute which is present in a fixed amount of solution. So there are many methods for expressing the concentration of a solution, and always you want to know this concentration will give the composition of the solution. അല്ലേ? സൊല്യൂഷൻ്റെ കോമ്പോസിഷൻ പറഞ്ഞു തരുന്ന ടേമാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ. കോമ്പോസിഷൻ മീൻസ് ആ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞു തരുന്ന ഒരു മാർഗ്ഗമാണ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്നുള്ളത്. ഇനി ഈ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പല പല മാർഗ്ഗങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾ 11ാം ക്ലാസ്സിൽ പഠിച്ചു. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, മാസ് പെർസെൻറ്റേജ്. എന്താണ് മാസ് പെർസെൻറ്റേജ്? അന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടൊരു ഇക്വേഷൻ, മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സൊല്യൂട്ട് by total mass of the solution. Mass of the solute by total mass of the solution into 100. ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ
total mass of the solution into 100. ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യും? How we can define mass percentage? So for defining, suppose we are taking the solution as 100 gram. നമ്മൾ എടുത്ത സൊല്യൂഷൻ 100 gram ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനിൽ സൊല്യൂഷൻ്റെ മാസ് 100 എന്ന് എടുത്താൽ ഈ ഇക്വേഷൻ എങ്ങനെയാകുമെന്ന് ചോദിച്ചാൽ ഈ 100ഉം 100ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് പറയാം മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ദ സൊല്യൂട്ട് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ 100 gram ഓഫ് സൊല്യൂഷൻ. സോ വി ക്യാൻ ഡിഫൈൻ മാസ് പെർസെൻറ്റേജ്. Mass percentage is defined as the total mass of the solute which is present in 100 gram of solution. I think it is clear. 100 gram സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ അളവിനെയാണ് അതിൻ്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നമുക്ക് തരും ഈ നമ്മുടെ കയ്യിലൊരു 30% ബ്രാക്കറ്റിൽ W/W എന്നിട്ടേക്കും. ഓർക്കുക, W/W എന്ന് തന്നിരിക്കുന്നത് മാസ് പെർസെൻറ്റേജിനെയാണ്. അതിൻ്റെ അർത്ഥം വെയ്റ്റ് ഡിവൈഡഡ് ബൈ വെയ്റ്റ് എന്നാണ്, അതായത് മാസ് ഡിവൈഡഡ് ബൈ മാസ്. സോ ദാറ്റ് ഈസ് മാസ് പെർസെൻറ്റേജ്. സോ വി ഹാവ് എ 30% സാൾട്ട് സൊല്യൂഷൻ എന്ന് പറയുകയാണ്. നമ്മുടെ കയ്യിൽ 30% അത് മാസ് പെർസെൻറ്റേജ് സാൾട്ട് സൊല്യൂഷൻ തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് സാൾട്ട് സൊല്യൂഷൻ 30% ആണ് മാസ് പെർസെൻറ്റേജ് എന്നാൽ മീനിങ് ഇൻ ദിസ് സൊല്യൂഷൻ ഇറ്റ് കണ്ടെയ്ൻസ് 30 gram സൊല്യൂട്ട് ദാറ്റ് ഈസ് സോൾട്ട് ഔട്ട് ഓഫ് 100 gram സൊല്യൂഷൻ. അതായത് 100 gram സൊല്യൂഷൻ എടുത്താൽ തന്നിരിക്കുന്ന സൊല്യൂഷൻ സാൾട്ട് സൊല്യൂഷൻ 100 gram എടുത്താൽ അതിൽ 30 gram സോൾട്ടും റിമൈനിങ് മീൻസ് 100 minus 30 ദാറ്റ് ഈസ് 70 gram സോൾവെൻറ്റ് ദാറ്റ് ഈസ് വാട്ടറുമായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമുക്ക് തരുന്ന കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് മാസ് പെർസെൻറ്റേജ് ഉപയോഗിച്ച് നമുക്ക് സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും എമൗണ്ട് പറയാം. അപ്പോൾ നമ്മൾ പറയുകയാണ് വി ഹാവ് എ 30% സാൾട്ട് സൊല്യൂഷൻ വിച്ച് മീൻസ് ഔട്ട് ഓഫ് 100 gram ഓഫ് ദ സൊല്യൂഷൻ 30 gram salt that is solute and the remaining is solvent. Clear? ഇതാണ് ആദ്യത്തെ മാസ് പെർസെൻറ്റേജ്. സോ മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ ആൻഡ് ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യുക? Defined as the mass of solute present in 100 gram of solution, which means if they are giving the mass percentage of the solution, from that we can calculate the amount of solute and the amount of solvent. Clear? The amount of solute is the correct value, given value. Percentage എത്രയാണോ അതാണ് സൊല്യൂട്ടിൻ്റെ വെയിറ്റ്. സോൾവെൻറ്റിൻ്റെ വെയിറ്റ് 100 minus that. Clear? That is mass percentage. അടുത്തത് സെക്കൻഡ് വൺ വോളിയം പെർസെൻറ്റേജ് ആണ്. ഓക്കെ, സോ രണ്ടാമത്തെ മെത്തേഡ് വോളിയം പെർസെൻറ്റേജ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ V/V. മാസ് പെർസെൻറ്റേജ് W/W. മാസ് എങ്കിൽ വോളിയം പെർസെൻറ്റേജ് വോളിയം ബൈ വോളിയം. ആൻഡ് യു ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ. നിങ്ങൾക്ക് പറയാൻ പറ്റും എങ്ങനെയായിരിക്കും? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻ്റ് എടുത്ത് ഇൻറ്റു 100 എടുത്തപ്പോൾ മാസ് പെർസെൻറ്റേജ് കിട്ടി എങ്കിൽ വോളിയം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ we can say volume of solute by total volume of the solution into 100. So this is the way we are calculating volume percentage. Similarly that of mass percentage. Clear? And again, if they are how we can define this?
Volume percentage is defined as if you are taking instead of 100 gram, here you want to take 100 milliliter. Okay, so I can say volume percentage is the volume of solute present in 100 ml of solution. Clear? Volume of solute which is present in 100 ml of solution. For example, if they are giving 35 percentage, that is volume 35 percentage V by V ethanol solution എന്ന് പറഞ്ഞാൽ what it means, 35 percentage ethanol solution means out of 100 ml 35 ml is solute, that is ethanol, and the remaining is 65 milliliter of H2O, that is water. So this is the way we are taking volume percentage. 100 ml തന്നിരുന്നാൽ അല്ലെങ്കിൽ മാസ് വോളിയം പെർസെൻറ്റേജ് തന്നിരുന്നാൽ അതിൻ്റെ അർത്ഥം 100 ml എത്രയാണോ തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ അത്രയും സൊല്യൂട്ട്, റിമൈനിങ് 100 മൈനസ് ദാറ്റ് അത്രയും സോൾവെൻറ്റ്. ക്ലിയർ? ദാറ്റ് ഈസ് സെക്കൻഡ് വൺ വോളിയം പെർസെൻറ്റേജ്. അടുത്തത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. നോക്കാം. മൂന്നാമത്തത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. എന്താണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്? നേരത്തെ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം. ന്യൂമറേറ്ററിൽ മാസ് ഓഫ് ദി സൊല്യൂട്ട് ബൈ ഡിനോമിനേറ്ററിൽ കണ്ടോ നോക്കൂ W ബൈ V ആണ്. അപ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100. So this is the way we are calculating mass by volume percentage. ഇത് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ we can say here you want to take 100 ml. So we can say mass by volume percentage is defined as the mass of the solute which is present in 100 ml of solution. 100 ml സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്, എത്ര വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്. ഈ മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻഡസ്ട്രീസിൽ അതായത് വ്യവസായശാലകളിലും മറ്റുമൊക്കെ നമ്മൾ സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജിലാണ്. അപ്പോൾ ഒരിക്കൽ കൂടി മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് മാസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പം 100 ml സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്, ദാറ്റ് ഈസ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, ദാറ്റ് ഈസ് എ തേർഡ് വൺ. അടുത്തത് ഫോർത്ത് വൺ, നാലാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ. എന്താണ് മോൾ ഫ്രാക്ഷൻ? വി റെപ്രസെൻ്റ് ഇറ്റ് ആസ് കൈ. ഓക്കെ, എന്താണ് മോൾ ഫ്രാക്ഷൻ? നമുക്ക് ഡെഫിനേഷൻ പറയാം. അതിനു മുന്നേ ഐ ആം ടേക്കിംഗ് എ സൊല്യൂഷൻ. ഞാനൊരു സൊല്യൂഷൻ എടുക്കുന്നു. ഇറ്റ് കണ്ടെയ്ൻസ് 2 കമ്പോണൻസ് A, P, സൊല്യൂട്ടും സോൾവെൻറ്റും AB. ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എയുടെ നമ്പർ ഓഫ് മോൾസ് NA എന്നും ബിയുടെ നമ്പർ ഓഫ് മോൾസ് NB എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. എയുടെ നമ്പർ ഓഫ് മോൾസ് NA എന്നും ബിയുടെ നമ്പർ ഓഫ് മോൾസ് NB എന്നും റെപ്രസെൻറ്റ് ചെയ്താൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ, ദാറ്റ് ഇസ് കൈ എ, ഈക്വൽ ടു നിങ്ങൾക്കറിയാം NA ബൈ NA പ്ലസ് NB ആണ്. സിമിലർലി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ NB ബൈ NA പ്ലസ് NB ആണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എ, മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. ഹൗ വി ക്യാൻ ഡിഫൈൻ ദിസ്? എങ്ങനെ നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാം? സോ ശ്രദ്ധിക്കൂ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? അതിന് എന്താ ചെയ്തു? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എ പ്ലസ് ബി. സോ ഇതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക,
mole fraction of a component in a solution is defined as, or simply mole fraction is defined as the ratio of, what do you mean by ratio? Yeah, you know, it's the ratio of, ഈ വര സൂചിപ്പിക്കുന്നത് റേഷ്യോ. ഇക്വേഷൻ നോക്കി നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഡെഫിനേഷൻ പറയാം. സോ മോൾ ഫ്രാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് number of moles of one of the component, number of moles of one of the component to the total number of moles of all the components. Okay, ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 കമ്പോണൻസ് ഉണ്ടായിരുന്നെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എടുക്കുമ്പോൾ Na/Na+Nb+Nc വന്നേ, മൂന്നാമത്തെ കൂടെ വന്നേ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ ഓഫ് ദ കമ്പോണൻറ്റ് to the total number of moles of all the components. This is mole fraction. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് chi a plus chi b equal to 1. അതിൻ്റെ അർത്ഥം ഒരു സൊല്യൂഷനകത്തുള്ള കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷൻ്റെ സം ഇറ്റ് ഈസ് ആൾവേസ് ഈക്വൽ ടു 1. ഇപ്പോൾ 2 കമ്പോണൻ്റ് ഉള്ളെങ്കിൽ ആ 2 കമ്പോണൻ്റെയും മോൾ ഫ്രാക്ഷൻ്റെ സം ഒന്നായിരിക്കും. 3 ഉണ്ടെങ്കിലോ chi a plus chi b plus chi c ഈക്വൽ ടു 1. 4 ഉണ്ടെങ്കിലോ chi a plus chi b plus chi c, അങ്ങനെ n നമ്പർ ഉണ്ടെങ്കിൽ അത്രയും മോൾ ഫ്രാക്ഷൻ്റെ സമ്മും എപ്പോഴും എത്രയായിരിക്കും? 1. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു സൊല്യൂഷനകത്തുള്ള കമ്പോണൻറ്റുകളുടെ മോൾ ഫ്രാക്ഷൻ ഇറ്റ് ഈസ് ആൾവേസ് ലെസ് ദാൻ 1, 1-ൽ കുറവായിരിക്കും. ടോട്ടൽ എടുക്കുമ്പോഴേ മോൾ ഫ്രാക്ഷൻ എത്ര കിട്ടുള്ളൂ? 1 കിട്ടുകയുള്ളൂ. ക്ലിയർ? അപ്പോൾ നാലാമത്തത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോൾ ഫ്രാക്ഷൻ എക്സാമിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ? It is defined as the ratio of number of moles of one of the component to the total number of moles of all the components, and sum of mole fractions of the components in a solution is always equal to 1. Sum of mole fractions of the components in a solution is always equal to 1. Clear? That is the fourth one. Next is important, molarity and molality. We can see. So next, fifth one, അഞ്ചാമത്തതാണ് മാസ് പറഞ്ഞു, വോളിയം പറഞ്ഞു, മാസ് ബൈ വോളിയം, മോൾ ഫ്രാക്ഷൻ. അടുത്ത അഞ്ചാമത്തത് മൊളാരിറ്റി, റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ M. മൊളാരിറ്റി നിങ്ങൾക്കറിയാം ഇക്വേഷൻ. മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് solute divided by volume of solution in liters. This is the equation for calculating molarity. അതായത് number of moles of solute by volume of solution in liters. Understood? അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റേഴ്സ് എന്നുള്ളത് ഇക്വേഷനാണ്. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇത്രയേ ഉള്ളൂ. ഈ ഡിനോമിനേറ്ററിലുള്ള ടേം നിങ്ങൾ 1 ലിറ്റർ എന്നങ്ങ് എടുത്താൽ മതി. 1 ലിറ്റർ സൊല്യൂഷൻ്റെ വോളിയം 1 ലിറ്റർ. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ ആവും? ഡിനോമിനേറ്ററിൽ 1 മാത്രമാകും. അപ്പോൾ ഇക്വേഷൻ എന്തായി? അപ്പോൾ ഇക്വേഷൻ മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ 1 എന്നായി, 1 ലിറ്റർ. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സോ മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ number of moles of solute which is present in 1 liter of solution. അതായത് 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണത്തെ. ആരുടെ മോളുകളുടെ എണ്ണത്തെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈസ് നോൺ ആസ് മൊളാരിറ്റി.
സോ ഈസി, വെരി ഈസി വൺ. സോ ചോദിച്ചിട്ടുണ്ട് മൊളാരിറ്റി ഡിഫൈൻ ചെയ്യാൻ എക്സാമിന്. സോ വാട്ട് ഈസ് മൊളാരിറ്റി? Molarity is defined as the number of moles of solute present in 1 liter of solution. So that is molarity. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ +1 പഠിച്ചു നിർത്തിയതാണ്. പക്ഷേ ഇതിൽ നിന്നും നമുക്ക് വേറൊരു ഇക്വേഷനിലേക്ക് വരാം. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഈ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനിലേക്ക് പോവുകയാണ്. How we can calculate the number of moles of solute? എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഗിവൻ മാസ് ബൈ മോളാർ മാസ് എന്നാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ഗിവൻ മാസ് ബൈ മോളാർ മാസ്. നമ്മളെടുത്ത സൊല്യൂട്ടിൻ്റെ മാസ് WB ആണെന്ന് കരുതുക. ബി സൊല്യൂട്ട് എന്ന് കാണിക്കാൻ ഞാൻ സൊല്യൂട്ടിനെ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ദാറ്റ് ഈസ് WB, വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബൈ ഇറ്റ്സ് മോളാർ മാസ് MB, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, ബി റെപ്രസെൻറ്റിംഗ് ദ സൊല്യൂട്ട്, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. സോ വോളിയം V. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് ഇൻ മില്ലി ലിറ്റേഴ്സ്, ആ വോളിയം മില്ലി ലിറ്റേഴ്സിലാണെങ്കിൽ നമുക്ക് അതിനെ ലിറ്റേഴ്സിലാക്കണമല്ലോ. സോ ഡിവൈഡഡ് ബൈ 1000. സോ ദിസ് ഈസ് മൊളാരിറ്റി M. ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് M ഈക്വൽ ടു, M മീൻസ് മൊളാരിറ്റി ഈക്വൽ ടു WB 1000 അങ്ങ് മുകളിൽ ഇൻറ്റു 1000 ബൈ MB. കണ്ടോ, ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. വെയർ WB weight of solute in grams, weight of solute in grams, MB molar mass of solute, and V നിങ്ങൾക്കറിയാം, that is volume of solution in very here ഇവിടെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം ഹിയർ ദ വോളിയം ഈസ് ഇൻ മില്ലി ലിറ്റേഴ്സ്, ഓർ ദ വോളിയം ഈസ് ഇൻ മില്ലി ലിറ്റേഴ്സ്. ക്ലിയർ? സോ ദിസ് ഈസ് എ വേ വി ആർ ഡിറൈവിങ് എൻ ഇക്വേഷൻ ഫോർ മൊളാരിറ്റി. ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ എടുക്കുന്ന സൊല്യൂട്ടിൻ്റെ വെയിറ്റാണ്. മോളാർ മാസ് അതും കോൺസ്റ്റൻ്റ് ആണ്. ചേഞ്ച് ചെയ്യുന്നത് വോളിയമാണ്, റൈറ്റ്? സോ നമുക്ക് പറയാം മൊളാരിറ്റിയും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. മൊളാരിറ്റിയും വോളിയവും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം. സോ ഐ ക്യാൻ സേ molarity and volume, molarity and volume are inversely proportional. That means molarity into volume is equal to always a constant. Please note it down. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് പറയുന്നത്. മൊളാരിറ്റി ഇൻറ്റു വോളിയം എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ്. മൊളാരിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് തീർച്ചയായും നമ്പർ ഓഫ് മോൾസ് ആണ്. സോ എപ്പോഴും ഓർക്കുക മൊളാരിറ്റിയും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. എന്ന് വെച്ചാൽ വോളിയം ചേഞ്ച് ചെയ്താൽ മൊളാരിറ്റി ചേഞ്ച് ചെയ്യും. അതായത് മൊളാരിറ്റി ഇൻറ്റു വോളിയം ആൾവേസ് എ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരേ സൊല്യൂഷനെ നിങ്ങൾ വോളിയം ചേഞ്ച് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഫോർ ഡൈല്യൂഷൻ എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് M1V1 ഈക്വൽ ടു M2V2. വേറെ ഒന്നുമല്ല, M1 എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊരു സൊല്യൂഷനുണ്ട്, അതിൻ്റെ വോളിയം V1ഉം മൊളാരിറ്റി M1ഉം ആയിരുന്നു. നിങ്ങൾ വോളിയം V1 എന്ന് ചേഞ്ച് ചെയ്ത് V2 ആക്കുമ്പോൾ അതിൻ്റെ മൊളാരിറ്റി ചേഞ്ച് ചെയ്ത് M1 എന്ന് M2 ആയെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഫോർ ഡൈല്യൂഷൻ എന്ന് പറയുന്നത് M1 ഇൻറ്റു V1 ഈക്വൽ ടു M2 ഇൻറ്റു V2 ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വോളിയം ചേഞ്ച് ചെയ്താൽ കിട്ടുന്ന സൊല്യൂഷൻ്റെ മൊളാരിറ്റി ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരിക്കൽ കൂടി നിങ്ങളുടെ കയ്യിലൊരു സൊല്യൂഷനുണ്ട്, അതിൻ്റെ വോളിയം V1, അതിൻ്റെ മൊളാരിറ്റി M1. നിങ്ങൾക്കത് രണ്ടും അറിയാം. നിങ്ങൾ ആ സൊല്യൂഷൻ്റെ വോളിയം V1 എന്ന് V2 ആയിട്ട് ചേഞ്ച് ചെയ്തു. ചേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മൊളാരിറ്റി ചേഞ്ച് ചെയ്യും.
മൊളാരിറ്റി. ആ മൊളാരിറ്റി എത്രയാണെന്ന് പുതിയ കിട്ടിയ സൊല്യൂഷൻ്റെ ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ മൊളാരിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻ ഫോർ ഡൈല്യൂഷൻ. ഇക്വേഷൻ ഈസ് m1 × v1 = m2 × v2. ക്ലിയർ? ഇത് ഓർത്ത് വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എൻട്രൻസ് എക്സാമിനൊക്കെ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു മൊളാരിറ്റിയും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വോളിയം ചേഞ്ച് ചെയ്താൽ മൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ഇനി ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വോളിയം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ശരിയല്ലേ? വോളിയം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് മൊളാരിറ്റി. അതായത് മൊളാരിറ്റി, അടുത്തിന് നമ്മൾ മൊളാലിറ്റി പഠിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം മൊളാലിറ്റി ഇതിലേതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ടേം മൊളാരിറ്റിയാണ്. കാരണം മൊളാരിറ്റിയും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഇനി വോളിയം ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. വോളിയവും ടെമ്പറേച്ചറും റിലേറ്റഡ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ വോളിയം ചേഞ്ച് ചെയ്യും. സോ വി ക്യാൻ സേ മൊളാരിറ്റി ആൻഡ് ടെമ്പറേച്ചർ ആർ റിലേറ്റഡ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ടൈം ഏതെന്ന് ചോദിച്ചാൽ ഓർക്കുക, ദാറ്റ് ഈസ് മൊളാരിറ്റി. ക്ലിയർ? അടുത്തത് മൊളാലിറ്റി. സോ നെക്സ്റ്റ് മെത്തേഡ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മൊളാലിറ്റിയാണ്. റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എം ആണ്. കാൽക്കുലേറ്റ് ഇക്വേഷൻ ഇങ്ങനെയാണ്, നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻ്റ് ഇൻ കിലോഗ്രാം. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വി വാണ്ട് ടു ടേക്ക് denominator as 1, then we can define it. So molality is defined as the number of moles of solute present in 1 kilogram of solvent. Ariyallo? So once again molality is defined as the number of moles of solute present in 1 kilogram of solvent. This was the definition. Now നേരത്തെ പോലെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. So number of moles കാൽക്കുലേറ്റ് ചെയ്യാൻ WB by MB by mass of solvent ഞാൻ MW A എന്നെടുക്കുന്നു. മാസ് ഓഫ് സോൾവെൻറ്റ് എ സോൾവെൻ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അത് ഗ്രാമിലാണെങ്കിൽ കിലോഗ്രാമിലാക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇതാണ് മൊളാലിറ്റി. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് WA ഗ്രാമിലാണ്, കിലോഗ്രാമിലാക്കാൻ ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ മൊളാലിറ്റിയുടെ ഇക്വേഷൻ WB into 1000 by MB into WA. ഇതൊരു മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ല. ക്ലിയർ? അപ്പോൾ ഇതിൽ നേരത്തെ പോലെ WB that is weight of solute in gram, MB molar mass of solute, then WA that is weight of solvent in grams. അപ്പോൾ ഇങ്ങനെയാണ് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ആറാമത്തതാണ്. ഇനി ഒരു മെത്തേഡ് കൂടിയുണ്ട്, അത് PPM എന്നാണ്, പാർട്സ് പെർ മില്യൺ. അതിലേക്കൂടെ നോക്കാം.
സോ അടുത്തത് ppm, പാർട്സ് പെർ മില്യൺ. എന്താണ് പാർട്സ് പെർ മില്യൺ? അതിനെക്കുറിച്ച് ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കുക. പാർട്സ് പെർ മില്യൺ എന്ന് പറയുമ്പോൾ ഐ ക്യാൻ സേ ഔട്ട് ഓഫ് 1 മില്യൺ എന്നാണ് അതിൻ്റെ അർത്ഥം. 1 മില്യണിൽ എത്ര എന്നാണ് അതിൻ്റെ മീനിങ്. 1 മില്യൺ മീൻസ് ഇറ്റ് ഈസ് 10⁻⁶. 10⁻⁶. ഓക്കെ. അപ്പോൾ ഈ ppm പ്രത്യേകത, ഇതോടൊപ്പം ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് ppb, പാർട്സ് പെർ ബില്യൺ. ppb, പാർട്സ് പെർ ബില്യൺ. ഇത് രണ്ടും പാർട്സ് പെർ മില്യൺ ആയാലും പാർട്സ് പെർ ബില്യൺ ആയാലും ഇത് രണ്ടിൻ്റെയും പ്രത്യേകത, ഈ രണ്ട് ടേമിൻ്റെയും പ്രത്യേകത, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദി കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഇൻ വിച്ച് the amount of solute present in the solution is a very trace quantities. What do you mean by trace quantities? Very little amount. അതായത് ഒരു സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ട് വളരെ ട്രേസ് ക്വാണ്ടിറ്റി, വളരെ ലിറ്റിൽ എമൗണ്ട് ആണെങ്കിൽ ആ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പാർട്സ് പെർ മില്യണും പാർട്സ് പെർ ബില്യണും. ഓക്കെ. 1 ബില്യൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 10⁻⁹ ആണ്. -9 ആകുമ്പോൾ നാനോമീറ്റർ ആകും. 10⁻⁹ ആണ് ബില്യൺ. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ppm എന്തിനു വേണ്ടിയാണ്? വളരെ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് വളരെ ട്രേസ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡാണ് ppmഉം ppbയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, സീ വാട്ടർ, കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഡിസോൾഡ് ഓക്സിജൻ്റെ എമൗണ്ട്. നമ്മൾ കടൽ വെള്ളം അല്ലേ, ഈ സീ വാട്ടർ അതിനകത്തുള്ള ഡിസോൾഡ് ഓക്സിജൻ്റെ എമൗണ്ട് അത് വളരെ കുറച്ചായിരിക്കും. അതുപോലെ ഡ്രിങ്കിങ് വാട്ടറിലുള്ള ക്ലോറൈഡ് അയോണിൻ്റെ എമൗണ്ട് അതൊക്കെ വളരെ ലിറ്റിൽ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലിറ്റിൽ ക്വാണ്ടിറ്റിയാണ് സൊല്യൂട്ടെങ്കിൽ, ട്രേസ് എമൗണ്ടാണ് സൊല്യൂട്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ ടെക്നിക്കാണ് പാർട്സ് പെർ മില്യൺ. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദി കമ്പോണൻറ്റ് by total number of parts of all the components in the solution into 10⁻⁶. ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ എടുക്കുന്ന സൊല്യൂട്ടിൻ്റെ അളവ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അത് നമ്പർ ഓഫ് പാർട്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ വെയിറ്റിലായിരിക്കും പറയുക. ഇപ്പോൾ ഈ ഇക്വേഷൻ ആണെങ്കിൽ ഇങ്ങനെയും പറയാം, മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 എടുത്തപ്പോൾ പെർസെൻറ്റേജ് കിട്ടി, അത് മില്യണിൽ കിട്ടുമെങ്കിൽ 10⁻⁶ എടുത്താൽ മതി. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണൻറ്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ആൾ ദി കമ്പോണൻറ്റ്സ്. അതായത് ആരുടെയാണോ നിങ്ങൾക്ക് ppm കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സൊല്യൂട്ടിൻ്റെ ppm കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സൊല്യൂട്ട് ആ സൊല്യൂഷനകത്ത് എത്ര പാർട്ട് എന്ന് പറയുമ്പോൾ അത് വോളിയത്തിലാണെങ്കിൽ എത്ര വോളിയം, മാസിലാണെങ്കിൽ എത്ര മാസ്, ബൈ ആ ടോട്ടൽ സൊല്യൂഷൻ, അതായത് ആ സൊല്യൂഷനുള്ള മൊത്തം കമ്പോണൻറ്റിൻ്റെ പാർട്സ്, അതായത് ആ സൊല്യൂഷൻ്റെ ടോട്ടൽ മാസ് അല്ലെങ്കിൽ ടോട്ടൽ വോളിയം ഇൻറ്റു 10⁻⁶ ഔട്ട് ഓഫ് എത്ര. ഇനി അത് ppb ആണെങ്കിൽ ആ 10⁻⁶ സ്ഥാനത്ത് 10⁻⁹ വരും എന്ന് മാത്രം. അപ്പോൾ വളരെ ട്രേസ് ക്വാണ്ടിറ്റീസ് ആണ് സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എങ്കിൽ ഈ മെത്തേഡിലാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുക. ഇത്രയുമാണ് മെത്തേഡ്സ് ഓഫ് ഫോർ എക്സ്പ്രസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ.